ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മുടെ 60 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ വിത്തിനുള്ളിലെ ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പം വിത്ത് മുളയ്ക്കുന്നത് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നത് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് എന്ത് വേണം? സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളക്കൽ അഥവാ ബീജാങ്കുരണം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചുവരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. സസ്യങ്ങളിൽ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. വിവിധ തരത്തിലുള്ള വിത്ത് വിതരണ മാർഗങ്ങൾ കാറ്റുവഴി അപ്പൂപ്പൻ താടിയും മഹാഗണിയും, ജലം വഴി തെങ്ങ്, ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, പൊട്ടിത്തെറിച്ചാണെങ്കിൽ വെണ്ട, കാശിത്തുമ്പ. ഇനി കാർഷിക വിളകളും ജന്മദേശവുമാണ്. കൈതച്ചക്ക, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി ഇതെല്ലാം അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. തേയില ചൈന, കാബേജ് യൂറോപ്പ്, റബ്ബർ, കശുമാവ് ബ്രസീലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററാണ്. അത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, 1ാമത്തെ ചാപ്റ്ററാണ്. സസ്യത്തിൻ്റെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. അപ്പോൾ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കായിക പ്രജനനമാണ്. മരച്ചീനിയും മധുരക്കിഴങ്ങുമാണ് ഉദാഹരണം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ്. വിത്ത് പാകി മുളപ്പിക്കൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ വെണ്ട, പയർ. പതിവയ്ക്കൽ രീതി നടത്തുവാൻ കഴിയുന്ന സസ്യങ്ങളാണ് പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട. ഒരേ വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാകുന്ന രീതിയാണ് കൊമ്പ് ഒട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. കൊമ്പ് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ പറയുന്നത് സ്റ്റോക്ക്, മൂലകാണ്ഡം എന്നാണ്. ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്നത് സയൻ ഒട്ടുകൊമ്പ്. ഒരു ചെടിയുടെ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. പ്രധാന തെങ്ങ് ഇനങ്ങൾ: നീളം കൂടിയവ വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കുറഞ്ഞവ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോന്തം. ഇനി കേരളത്തിലെ വിവിധ കാർഷിക സ്ഥാപനങ്ങളാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂരാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തിയാണ്, തൃശ്ശൂരിലാണ്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ശ്രീകാര്യമാണ്, തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് കാസർഗോഡാണ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടിയെ വളർത്തിയെടുക്കുന്നത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ രീതി ഉപയോഗിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങൾ. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകൾ അറിയപ്പെടുന്നത് ഇടവിള എന്നാണ്. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകൾക്ക് ഉദാഹരണമാണ് റൈസോബിയം വസിക്കുന്ന സസ്യങ്ങളാണ് പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയവരുടെ വേരുകളിൽ. ജപ്പാനിലെ പ്രസിദ്ധനായ ജൈവകൃഷി ഗവേഷകനാണ് മസനോബു ഫുകുഓക. പ്രധാന ജൈവ കീടനാശിനികളാണ് പുകയില കഷായം, വൈപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, എമൾഷൻ. പ്രധാന ജൈവ വളങ്ങൾ ചാണകം, കോഴിക്കാഷ്ടം, പച്ചില വളം, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, മത്സ്യവളം.
ജലം തുള്ളിത്തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് തുള്ളി നന. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്ന്. ഇനി അടുത്തതായിട്ട് ലായനികൾ എന്ന ചാപ്റ്ററാണ് കേട്ടോ. ലായനികൾ എന്ന ചാപ്റ്ററാണ്. അത് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. 15ാമത്തെ ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററാണ് ലായനികൾ. നോക്കാം. ലായനികളിലെ ഘടകങ്ങളാണ് ലീനവും ലായകവും. അപ്പോൾ ലായകവും ലീനവുമാണ് ലായനിയിലെ ഘടകങ്ങൾ. മാസ് പെർസെൻറ്റേജ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ്. ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 പാർട്സ് പെർ മില്യൺ ppm. ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗം ലീനം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് 4 ppm ആണ്. ലായനിയുടെ ഗാഢത. ഒരു നിശ്ചിത ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും കൂടുതലാണെങ്കിൽ ഗാഢലായനിയുമാണ്. ഇനി പൂരിത ലായനിയാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കാം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള കഴിവാണ് ആ ലീനത്തിൻ്റെ ലയത്വം എന്ന് പറയുന്നത്. അതിപൂരിത ലായനി നോക്കാം. പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. ലീനത്തിൻ്റെ സ്വഭാവം, താപനില എന്നിവയുടെ ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. ഉദാഹരണം പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം എന്നിവ. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർത്തിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഉദാഹരണം ഉപ്പും മണലും ചെളിവെള്ളം. യഥാർത്ഥ ലായനി ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമല്ല. പദാർത്ഥം അടിയുന്നില്ല. കൊളോയിഡ് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. ആധുനിക ടെക്നിക്കുകൾ വേണം. പ്രകാശപാത ദൃശ്യമാണ്. പദാർത്ഥം അടിയുന്നില്ല. സസ്പെൻഷൻ ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയും. പ്രകാശത്തിൻ്റെ പ്രതിപതനം നടക്കുന്നു. പാത ദൃശ്യമാകുന്നു. ഗുരുത്വാകർഷണം കാരണം അവ ക്രമേണ അടിയുന്നു. കൃത്രിമ പാനീയങ്ങൾ കണികകൾ അടിയുന്നതിന് തടയാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്നത് സ്റ്റെബിലൈസേഴ്സ് ആണ്. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ്, അസറ്റേറ്റ്, ഐസോബ്യൂട്ടിറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ, ടാർട്രസിൻ നിറം നൽകാൻ ഭക്ഷണത്തിൽ മഞ്ഞ നിറം. ഇനി എറിത്രോസിൻ ആണെങ്കിൽ നിറം നൽകാനാണ് ഭക്ഷണത്തിൽ ചുവപ്പ് നിറം. വനിലിൻ ആണെങ്കിൽ രുചി കൂട്ടാനാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ. ഫോസ്ഫോറിക് ആസിഡ് പുളിരുചി കിട്ടാൻ. കൃത്രിമ പാനീയങ്ങളിൽ അലൈൽ ഹെക്സാനോയേറ്റ് സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള പത്താം ക്ലാസ്സിലെ ചാപ്റ്ററാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. നോക്കാം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണെങ്കിൽ ബീഹാർ, ബംഗാൾ, ഒറീസ പ്രദേശങ്ങളിലാണ്. എവിടെയാണ്? ബീഹാർ, ബംഗാൾ, ഒറീസ പ്രദേശങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബീഹാർ, ബംഗാൾ, ഒറീസ പ്രദേശങ്ങൾ. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. റൈറ്റ് വാരി വ്യവസ്ഥയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ. അപ്പോൾ മഹൽ എന്ന് പറയുമ്പം താജ്മഹലൊക്കെ എവിടെയാണ്? അത് വടക്കാണല്ലോ അല്ലേ? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലല്ലേ? അപ്പം എന്താണ് അത് ഓർത്തിട്ട് മഹൽവാരി എവിടെയെന്ന് ഓർത്ത് വെക്കുക. റൈറ്റ് വാരി ആണെങ്കിൽ അത് ദക്ഷിണേന്ത്യ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബീഹാർ, ബംഗാൾ, ഒറീസയാണെന്ന് ഓർത്ത് വെക്കുക. അതൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത്. കോൺവാലിസ് ആണ്. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് ആണെന്ന് ഓർത്തു വെക്കുക. ശാശ്വത ഭൂനികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാരാണ്. കർഷകരിൽ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. അപ്പോൾ റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. അത് കർഷകരിൽ നിന്നും നേരിട്ടിട്ട് നികുതി പിരിച്ചെടുക്കുന്ന വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഗ്രാമത്തെ ഒരു യൂണിറ്റാക്കി കണക്കാക്കിയിട്ട് നികുതി പിരിച്ചെടുക്കുന്നത് അറിയപ്പെടുന്നത് മഹൽവാരി വ്യവസ്ഥ എന്നാണ് കേട്ടോ. മഹൽവാരി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് നികുതി
പിരിച്ചെടുക്കുന്നതിനെ അറിയപ്പെടുന്നത്? മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുക്കുന്നത് ഗ്രാമത്തലവനായിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുക്കുന്നത് ആരാണ്? ഗ്രാമത്തലവനായിരുന്നു. നീലം കർഷക കലാപം 1859 നടന്നിട്ടുള്ള നീലം കർഷക കലാപം നമുക്കൊന്ന് നോക്കാം. നീലം കർഷക കലാപം ആരംഭിച്ചത് 1859 1859 നീലം കർഷക കലാപം ആരംഭിച്ചത്. കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ബംഗാളായിരുന്നു. ബംഗാളിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കളാണ് ദിഗംബർ ബിശ്വാസും വിഷ്ണു വിശ്വാസം. ഇപ്പോൾ 2 വിശ്വാസമാരായിരുന്നു ഇൻഡിഗോ നീലം വിപ്ലവത്തിൻ്റെ 2 നേതാക്കൾ. ഇനി വിശ്വാസമാരാണ് കേട്ടോ. അപ്പം നീലയിൽ നല്ല വിശ്വാസമുണ്ട്, അങ്ങനെ ഓർത്ത് വെക്കുക. മലബാർ കലാപം നോക്കാം. 1921 മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആണ് കനോലി. ഇനി മലബാർ കലാപത്തെ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപത്തെ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. സാന്താൾ കലാപം 1855. സാന്താൾ കലാപം നടന്ന വർഷം 1855 ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന താജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾമാർ. കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് സിദ്ധുവും കാനുവും. കുറിച്യർ കലാപം 1812. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം കുറിച്യർ കലാപമാണ്. കുറിച്യർ കലാപമാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം. കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് കുറിച്യരും കുറുമ്രരും. കലാപം നടന്ന വർഷം 1812. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. 19-ാം നൂറ്റാണ്ടിലെ പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം, ഖാസി കലാപം, മുണ്ട കലാപം, കോൾ കലാപം, ഭീൽ കലാപം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ. അപ്പം സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്? അത് അന്നജമാണ് അല്ലേ. അപ്പം ബ്രിട്ടീഷ് കാലത്തെ ക്ഷാമത്തെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാച്ചി കമ്മീഷൻ എന്ന് ഓർത്ത് വെക്കുക. ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്നാണ് 1857 മെയ് 10 മെയ് 1857 മെയ് 10. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ആയിരുന്നു. കലാപത്തിന് തുടക്കം കുറിച്ചത് ശിപ്പായികളാണ്. പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത് ബംഗാളിലെ ബാരക്പൂരിൽ നിന്നുള്ള സൈനികനാണ് മംഗൾ പാണ്ഡെ. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ ഇടയായിട്ടുള്ള സംഭവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കാം. 1885 മുതൽ 1947 സ്വതന്ത്രം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകൃതമായിട്ടുള്ള വർഷം 1885 ഡിസംബർ ബോംബെയിൽ വെച്ചിട്ടാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് 72 പേരാണ്. സ്വദേശി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുവാൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. അതിൽ കൾസൺ പ്രഭുവാണ് വിഭജനം നടത്തിയിട്ടുള്ളത്. 1905 കൾസൺ പ്രഭുവാണ് വിഭജനം നടത്തിയത്. ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിക്കുന്ന സമരമാണ് സ്വദേശി പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെയാണ് കേട്ടോ ഈ ഒരു സ്വദേശി പ്രസ്ഥാനം ഉയർന്നു വന്നത്. സ്വദേശി പ്രസ്ഥാനം. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906 തൂത്തുകുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരപിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും VO ചിദംബരം പിള്ളയായിരുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരപിള്ളയാണ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ്. ലാൽപാൽ ബാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്. ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാലാണ്. ബാൽ അല്ലേ.
ഇനി എന്താണ് അടുത്തത്? പൊതുഭരണമാണ് കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്ററാണ്, 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പൊതുഭരണം. അപ്പോൾ നോക്കാം നമുക്ക്. സോഷ്യൽ സയൻസിലെ ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് ഭരണസ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്നത് ഭരണസ്ഥാപനങ്ങളാണ്. പൊതുഭരണം നോക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയമ നടപടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്ന ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് പൊതുഭരണമാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് അഡ്മിനിസ്റ്റെയർ എന്ന ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിനർത്ഥം സേവനം എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിനർത്ഥം സേവനം എന്നാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ഉദ്യോഗസ്ഥ വൃന്ദം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന് 3 ഘടകങ്ങളുണ്ട്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. സംസ്ഥാന സർവീസ് സംസ്ഥാന തലങ്ങളിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം: സെയിൽസ് ടാക്സ് ഓഫീസർ. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടറാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് നോക്കാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC ആണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണഘടനാ നിർവഹണത്തിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങളിൽ ലഭ്യമാക്കുവാനുമായിട്ട് ഗവൺമെൻറ്റുകൾ നടത്തുന്ന നടപടികളാണ് ഭരണ നവീകരണം. ഗവർണേഴ്സ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. ഗവർണേഴ്സിൻ്റെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ജനങ്ങളെ സാക്ഷരരാക്കുക. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അറിയാനുള്ള അവകാശം. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 വിവരാവകാശ നിയമം പാസ്സാക്കാൻ പ്രേരക ശക്തിയായിട്ടുള്ള സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിച്ചത് അരുണ റോയി 1987. വിവരാവകാശ കമ്മീഷൻ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനുമായിട്ട് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലായി രൂപം കൊണ്ട കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 30 ദിവസമാണ്. എത്ര ദിവസത്തിനുള്ളിലാണ് ആദ്യ അപ്പീൽ നൽകേണ്ടത്? മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. സമയപരിധിക്കുള്ളിൽ ശരിയായിട്ടുള്ള വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് പ്രതിദിനം 250 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് 10 രൂപയാണ്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. സേവനാവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ്. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് 2010 ഓഗസ്റ്റിൽ. കേരള സംസ്ഥാന സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1. ലോക്പാൽ, ലോകായുക്ത.
ഭരണതലത്തിലെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി തടയുന്നതിന് ഒപ്പം നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ലോകപാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനം ലോക്പാലാണ്. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 2014 ജനുവരി 16. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനം ലോകായുക്തയാണ്. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിവിധ ഗവൺമെന്റ് വകുപ്പുകൾ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കുന്ന നടപടികൾക്കെതിരെ ഉദ്യോഗസ്ഥർ പരാതിപ്പെടുവാനുള്ള സംവിധാനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. രൂപീകൃതമായ വർഷം 1964 ഫെബ്രുവരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമാകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സന്താനം കമ്മിറ്റി. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള കോടതി വിജിലൻസ് കോടതികളാണ്. ഓംബുഡ്സ്മാൻ ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ആദ്യമായി ഓംബുഡ്സ്മാനെ നിയമിച്ചത് ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകളിൽ പരാതി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് SCERT. ഇന്നത്തേത് നമ്മളിത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൃഷിയാണ് കേട്ടോ. കൃഷിയിൽ കുറച്ച് പേജുകൾ നമുക്ക് നോക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കൃഷിയുടെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൃഷിയുടെ ബാക്കി ഭാഗം നോക്കാം. വളക്കൂറുള്ള മണ്ണ്, അവിടുന്ന് മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വളക്കൂറുള്ള മണ്ണ് സസ്യങ്ങളുടെ ശരിയായ വളർച്ചയിൽ വിവിധങ്ങളായിട്ടുള്ള 20ഓളം മൂലകങ്ങൾ ആവശ്യമാണ്. അവയെ ആവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. എസെൻഷ്യൽ എലമെൻറ്റ്സ്: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ എന്നിവ ആവശ്യ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ മൂലകങ്ങൾ മണ്ണിൽ സ്വാഭാവികമായി ലഭ്യമാക്കുന്നത് സൂക്ഷ്മജീവികൾ നടക്കുന്ന ജീർണന പ്രവർത്തനം വഴിയാണ്. ഇതുകൂടാതെ കൃത്യമായ വളപ്രയോഗം വഴിയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. മണ്ണിൻ്റെ pH മൂല്യവും സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവും pH മൂലവും മണ്ണ് പരിശോധനയിലൂടെ തിരിച്ചറിയാനാവും. ബാക്ടീരിയകൾ, കുമിളുകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയ ജീവിവർഗങ്ങൾ മണ്ണിനെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എരുമ ഇനങ്ങളാണ് മുറ, നീലരവി, ബദാവരി. എരുമ ഇനങ്ങളാണ് മുറ, നീലി രവി, ബദാവരി. ആട് തലശ്ശേരി, ജംന പ്യാരി, ബോയർ. കോഴി ഇനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. ഇനങ്ങൾ ചാര, ചെമ്പല്ലി. കോഴി ഇനങ്ങൾ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. കാട ഇനങ്ങൾ ജപ്പാനീസ്, ബോബ് വൈറ്റ്. സെറികൾച്ചർ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് അറിയപ്പെടുന്നത് സെറികൾച്ചർ. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. പട്ടുനൂൽ പുഴു ഇനങ്ങൾ മൾബറി പട്ടുനൂൽ പുഴു, ട്രസർ പട്ടുനൂൽ പുഴു, മുഖ പട്ടുനൂൽ പുഴു. പിസികൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിന് അറിയപ്പെടുന്നത് ഭക്ഷ്യ